ഇന്ന് ലോകമൊക്കെയുമുള്ള തൊഴിലാളികളെ ദൈവസന്നിധിയിൽ ഓർക്കുന്ന ദിനം കൂടിയാണ്. തൊഴിലിടങ്ങളും തൊഴിലന്വേഷകരും തൊഴിൽദായകരുമെല്ലാം നമ്മുടെ പ്രാർത്ഥനാ വിഷയമായി അനുഗ്രഹീതമായ തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പല രംഗങ്ങളിലും അസ്വസ്ഥതകളും അശാന്തിയും ഒക്കെ പടരുന്ന ഈ കാലഘട്ടത്തിൽ തൊഴിൽരഹിതരായ അനേകം ആളുകളുടെ നെടുവീർപ്പുകൾ, തൊഴിൽ പ്രതീക്ഷിച്ചുകൊണ്ട് വിവിധ മേഖലകളിൽ വിവിധ വാതിലുകളിൽ മുട്ടുന്നവരുടെ നെടുവീർപ്പുകളൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിനുള്ള ദിവസമാണ്. അതുപോലെ തന്നെ തൊഴിൽദായകരുടെ അനുഗ്രഹീതമായ ജീവിതം ചൂഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി ആത്മാർത്ഥമായി സർവ്വലോകത്തിൻ്റെയും നന്മയ്ക്കായി പ്രവർത്തിക്കുവാൻ നല്ല മനസ്സ് നൽകുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നമ്മുടെ ചെറുപ്പക്കാരെ എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർക്കാം. ദൈവകൃപ കൊണ്ട് നിറയുവാനും അനുഗ്രഹീതമായ തൊഴിൽ മേഖലകൾ കണ്ടെത്തുവാനും നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുവാനും വിദേശത്ത് പോയാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് മനസ്സിൽ കുറിച്ചുകൊണ്ട് സർവ്വ അധ്വാനങ്ങളും അതിനുവേണ്ടി ചെലവഴിക്കാതെ നമ്മുടെ ചുറ്റും അനേകം സാധ്യതകളുണ്ട്. കണ്ണു തുറന്ന സാധ്യതകൾ കാണുവാനും അതുപയോഗിക്കുവാനും നമ്മുടെ ചെറുപ്പക്കാരെ ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ മെയ് മാസം പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ സ്മരണ കൊണ്ട് അനുഗ്രഹീതമാണ്. ലോകമെങ്ങും ആ പുണ്യപിതാവിൻ്റെ അവദാനങ്ങളെ കീർത്തിക്കുന്ന സമയം. അതിദാരുണമായി വധിക്കപ്പെട്ടുവെങ്കിലും നൂറ്റാണ്ടുകൾക്ക് ശേഷവും അനുഗ്രഹീതമായി അദ്ദേഹത്തിൻ്റെ സ്മരണ കൊണ്ടാടുകയാണ്. ആരും നിർബന്ധിക്കാതെ തന്നെ എല്ലാവരും ആവേശത്തോടെ, ഉത്സാഹത്തോടെ, സന്തോഷത്തോടെ ഈ വലിയ പെരുന്നാളുകളിലേക്ക് ഓരോ ഇടവുകളും ഓരോ ചെറിയ ചെറിയ കൂട്ടങ്ങൾ പോലും അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നു എന്നുള്ളത് ആ പിതാവിൻ്റെ സ്മരണ എത്ര ഹൃദ്യമാണ് എന്നുള്ളത് വിളിച്ചറിയിക്കുകയാണ്. സാധാരണ പരിശുദ്ധന്മാരുടെ ഓർമ്മ പരിമളധൂപം, റീഹോ ബാസിമോ, അനുഗ്രഹീതമായ പരിമളധൂപമായി, സുഗന്ധവാസനയായി, മധുര പരിമളമായി ജീവിതത്തെ സമർപ്പിച്ചവരാണ്. ഈ മധുര പരിമളത്തിൻ്റെ ഒരു പ്രത്യേകത, അത് പരിധികളോ പരിമിതികളോ ഇല്ലാത്ത ഒന്നാണ്. അതെല്ലാവർക്കുമായി തുറന്നു കൊടുക്കുന്ന ഒന്നാണ്. അല്ലാതെ പ്രത്യേകം ആളുകൾക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്യുന്ന ഒന്നല്ല. നമ്മൾ ഉപയോഗിക്കുന്ന പരിമളമൊക്കെ പരിമിതികളുള്ളതാണ്. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ സൗരഭ്യവാസനയായ ആ പരമയാഗം സർവ്വലോകത്തിൻ്റെയും അനുഗ്രഹത്തിനും സന്തോഷത്തിനും അഭിവൃദ്ധിക്കും ജീവനും കാരണമായി തീർന്ന ഒരു യാഗമാണ്. അതുപോലുള്ള യാഗമായി ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ആ ജീവിതം ഒരു പരിമളമായി നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ പരിമളമായി അനുഭവപ്പെടുമ്പോൾ അതിൻ്റെ അർത്ഥം അവരുടെ ജീവിതം എപ്പോഴും സന്തോഷകരവും ആനന്ദകരവുമാണ് എന്നല്ല. അവരുടെ ജീവിതമൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ അങ്ങേയറ്റം വരെ വിശ്വസ്തയോടെ, പ്രത്യേകിച്ച് ഗീവർഗീസ് സഹദാ അനുഭവിച്ചിട്ടുള്ള ദേഹദണ്ഡങ്ങൾ അതൊന്നും ഇന്ന് നമ്മുടെ ചിത്രത്തിലോ നമ്മുടെ ചിന്തയിലോ ഒന്നുമില്ല. സുന്ദരനായി, അതിലും സുന്ദരനായ ഒരു കുതിരപ്പുറത്തിരിക്കുന്ന ഗീവർഗീസ് സഹദായെയാണ് നാം നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത്. എന്നാൽ അതിദാരുണമായി വധിക്കപ്പെടുവാൻ വിധിക്കപ്പെട്ട നമ്മുടെ കർത്താവിനെ പോലെ തൻ്റെ ശരീരത്തെ പരിമളവാസനയായി സുഗന്ധധൂപമായി അർപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്മരണ നൂറ്റാണ്ടുകളെ അതിജീവിച്ച് നിൽക്കുന്നത്. നമ്മുടെയൊക്കെ സ്മരണ ഹ്രസ്വമാണ്. 3 തലമുറയ്ക്ക് അപ്പുറത്തോട്ട് പോകുവാനുള്ള കരുത്തില്ലാത്തതാകുമ്പോഴാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഈ പിതാക്കന്മാരുടെ മധുര പരിമളം, അവരുടെ സ്മരണ നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്നത്.
ഈ അടുത്ത സമയത്ത് 100 വയസ്സ് തികഞ്ഞ ഒരു പിതാവിനെ സന്ദർശിക്കുവാൻ സഹൃദയനായ ഒരു കവി സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് സമ്മാനമൊക്കെ കൊടുക്കുന്നതിന് പകരം അദ്ദേഹം ഒരു കവിത ചൊല്ലിയത് എൻ്റെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ച ഒന്നാണ്. അദ്ദേഹം ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ അത് നമുക്കും പ്രസക്തമാണ്, നമ്മുടെ ജീവിതത്തിനും പ്രസക്തമാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, നക്ഷത്രങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ നൽകിയ അക്ഷരം നീ എന്തു ചെയ്തു? നമ്മളൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ, ഇപ്പോഴാശാമ്പള്ളിക്കൂടമൊന്നുമില്ല, നിലത്തും ഓലയിലും ഒക്കെ അക്ഷരം എഴുതുമ്പോൾ അതിന് പുറത്ത് ഒരു വലിയ സൗധം സൃഷ്ടിക്കുവാനായുള്ള ആരംഭമാണെന്നൊന്നും അന്ന് നമുക്ക് മനസ്സിലാകുകയില്ല. അന്നത്തെ ഓരോ അക്ഷരവും വളരെ ഭാരപ്പെട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അക്ഷരങ്ങൾ ചേർത്ത് വാക്കുകൾ ചേർത്ത് ആശയങ്ങളുമൊക്കെ സൃഷ്ടിക്കുവാനുള്ള വലിയ ആശയ പ്രപഞ്ചത്തിലേക്കുള്ള ഒരു കാൽവെൽപ്പാണ്. ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്നവർക്കൊക്കെ ഒരുപാട് ആശയങ്ങൾ മനസ്സിലുള്ളത് അത് പ്രകടിപ്പിക്കുവാനും എഴുതുവാനും ഒക്കെയുള്ള കഴിവ് ലഭിച്ചത് ആദ്യത്തെ ആ അക്ഷരം എഴുതി തുടങ്ങിയ ആ വാതായനത്തിലൂടെയാണ്. പക്ഷേ ഈ അറിവ് എന്തു ചെയ്തു എന്നുള്ളൊരു ചോദ്യം നമ്മളോടെല്ലാവരോടും ചോദിക്കേണ്ടതാണ്. 100 വയസ്സായ പിതാവ് വളരെ സുസ്മരവധനായി ആ കവിത കേട്ടു. നക്ഷത്രങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ നൽകിയ അക്ഷരം നീ എന്തു ചെയ്തു? നിൻ പ്രാണനാൽ എത്ര വിളക്ക് നീ കൊളുത്തി? 2ാമത്തെ ചോദ്യമാണ്. നിനക്ക് ലഭിച്ച ഈ ജ്ഞാനം, അറിവ്, പ്രകാശം അതുകൊണ്ട് എത്ര മനുഷ്യരുടെ ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുവാൻ സാധിച്ചു? എത്ര വിളക്ക് നിനക്ക് കൊളുത്തുവാൻ സാധിച്ചു? അത് വലിയൊരു ചോദ്യമാണ്. നമുക്ക് ധനവും അവസരങ്ങളും സാധ്യതകളും ഒക്കെ ലഭിക്കുമ്പോൾ സ്വാർത്ഥതയോടെ അത് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം, നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടി മാത്രം അത് ഉപയുക്തമാക്കുവാൻ പരിശ്രമിക്കുമ്പോൾ സൗരഭ്യവാസന പോലെ എല്ലാവർക്കും ആസ്വാദ്യകരമായി തീരുവാൻ നിൻ്റെ പ്രാണനാൽ എത്ര വിളക്ക് നീ കൊളുത്തി? എത്ര പേരുടെ ജീവിതത്തിന് സന്തോഷം പകരുവാൻ സാധിച്ചു? സ്വാന്തനം പകരുവാൻ സാധിച്ചു? എത്ര പേരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുവാൻ സാധിച്ചു? 3ാമത്, നാളത്തെ യജ്ഞത്തിന് എന്താണ് ഹവിസായി നൽകിയത്? നാളെ നമ്മൾ ഓർമ്മിക്കപ്പെടേണ്ടത് നമ്മുടെ ഈ മധുരപരിമളമാണ്, നമ്മുടെ ഈ അധ്വാനമാണ്. സ്വാർത്ഥതയില്ലാതെ നമ്മളുടെ ജീവിതമാണ് ഇന്നത്തെ തലമുറ ഓർമ്മിക്കപ്പെടുന്നത്. ഗീവർഗീസ് സഹോദര ഒരു പുസ്തകവും എഴുതിയില്ല, ഒരു സ്മാരകവും ഉണ്ടാക്കിയില്ല, ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. എങ്കിലും അദ്ദേഹത്തെ കണ്ടിട്ടില്ലാത്ത ലോകത്തിൻ്റെ നാനാ പ്രദേശങ്ങളിൽ ആ ഓർമ്മ ഒരു മധുരപരിമളമായി അനുഭവപ്പെടുന്നത് നാളത്തെ യജ്ഞത്തിന് അദ്ദേഹത്തിൻ്റെ ജീവനെ സമർപ്പിക്കുവാൻ സാധിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ, നമ്മുടെയൊക്കെ അക്ഷരങ്ങളിലൂടെ ലഭിക്കുന്ന ജ്ഞാനങ്ങൾ, അവസരങ്ങൾ, അത് മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ ആസ്വാദ്യകരമാക്കുവാൻ, സന്തോഷകരമാക്കുവാൻ, പ്രകാശകരമാക്കുവാൻ അത് ഉപകരിക്കുന്നുണ്ടോ എന്ന് ശാന്തമായി ചിന്തിക്കണം. മാത്രമല്ല, അത് നാളത്തെ യജ്ഞത്തിനുള്ള ഹവിസായി, ബലിവസ്തുവായി അത് പരിണമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇവിടുത്തെ ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. ഒരു അസുഖം വരുമ്പോൾ, ഒരു ബയോപ്സി എടുക്കണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് നടത്തണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജോലിയിൽ നിന്ന് നമ്മളെ പിരിച്ചുവിടുമ്പോഴൊക്കെ നമ്മുടെ ജീവിതം താറുമാറായി എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്ന അനേകം അനുഭവങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിൽ ദൈവം ചില വെള്ളിരേഖകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് കാണണമെങ്കിൽ നമ്മുടെ വിശ്വാസമാകുന്ന കണ്ണിലൂടെ നോക്കുമ്പോഴാണ് ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ വലിയ പ്രകാശമുള്ള ചില വെള്ളിരേഖകളുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയവും ധ്യാനിച്ചിട്ടില്ല. ആ ചക്രത്തിന്മേൽ കടന്നുരുണ്ട് നിലവിളിക്കുമ്പോൾ ഗീവർഗീസ് സഹോദരൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല
തലമുറയോളം ലോകാലോകങ്ങളോളം അതിർത്തികൾക്കപ്പുറത്ത് തൻ്റെ സ്മരണയിൽ സന്തോഷിക്കുന്ന, ആശ്വസിക്കുന്ന, ആനന്ദിക്കുന്ന ഒരു വലിയ ജനസമൂഹം ഉണ്ടാകുമെന്ന് അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചില്ല. അതാണ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയവും ധ്യാനിച്ചിട്ടില്ല എന്ന് പറയുന്നു. പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ഹ്രസ്വമായ ജീവിതം രോഗവും കീടവും ഒക്കെയായി വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ അതൊരു പരിശുദ്ധനാണോ അങ്ങനെ രോഗം വരുന്നത്? അങ്ങനെയുള്ള അനുഭവത്തിലൂടെ എന്തുകൊണ്ട് ദൈവം അദ്ദേഹത്തെ കടത്തിവിട്ടു എന്ന് ചോദിക്കുകയല്ല. അതിനുശേഷം ഒരു നൂറ്റാണ്ടുകൾക്ക് ശേഷവും അവിടെ നിന്ന് ഉയരുന്ന മധുര പരിമളം ഞാൻ എപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാവരും പരുമലയിൽ എപ്പോഴും വരുന്നതാണെങ്കിലും ആ നവംബർ മാസത്തിലുള്ള പരിമിതിയിലേക്ക് ആളുകൾ തിരക്കി വരുമ്പോൾ ആ ഖബറിനുള്ളിൽ അടക്കിയിരിക്കുന്നത് എന്താണ്? ഇത്രയും ആളുകളെ ആകർഷിക്കുവാൻ തക്കവണ്ണമുള്ള മധുരപരിമളം എങ്ങനെ ജീവിതം കൊണ്ട് അദ്ദേഹം കരസ്ഥമാക്കി? വലിയൊരു അത്ഭുതമാണ്. ആയതുകൊണ്ട് ഈ ഗീവർഗീസ് കഥ ദൈവത്തിന് പരിമളമായി, നമ്മുടെ കർത്താവാണ് അതിൻ്റെ ഏറ്റവും അഗ്രഗണ്യനായിട്ടുള്ളത്. തൻ്റെ ജീവൻ, തൻ്റെ ശരീരം മുറിച്ച് നമുക്ക് ഭക്ഷണം നൽകി. ആ പരമയാഗം ലോകത്തിൻ്റെ മുഴുവൻ സൗരഭ്യം പകരുന്നത് പോലെ ആ ജീവിതം രൂപാന്തരപ്പെട്ടതുപോലെ അതിനനുരൂപമായി ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ കുറവുള്ളത് തൻ്റെ ശരീരത്തിൽ പൂരിപ്പിച്ച് ഇന്നും മധുരപരിമളമായി പ്രകാശിക്കുന്ന ആ ഗീവർഗീസ് കഥയുടെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഞാൻ ആ ചോദിച്ച ചോദ്യം, 3 ചോദ്യവും മനസ്സിൽ നമ്മെ എപ്പോഴും ഉദ്ദീപിപ്പിക്കേണ്ടതാണ്. ഞാൻ നൽകിയ അക്ഷരം നീ എന്തു ചെയ്തു? നിൻ്റെ പ്രാണനാൽ നീ എത്ര വിളക്ക് കൊളുത്തി? നാളത്തെ യജ്ഞത്തിന് നീ എന്ത് ഹവിസാണ് നൽകിയത് എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് തന്നെ ചോദിക്കുവാനും ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും പരിശുദ്ധ ഗീവർഗീസ് കഥായുടെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കുവാനും തൊഴിലന്വേഷിക്കുന്ന അനേകം ചെറുപ്പക്കാരികൾ അവരുടെ ജീവിത സന്ധാരണത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.